മണ്ഡലത്തിലെ കാര്യങ്ങളിലേക്ക് വന്നു. ഇനി അങ്ങേക്ക് ആ പാർലമെന്ററി വ്യാമോഹമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആ വാക്കാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടി.കെ. ഗോവിന്ദൻ, ജി. സുധാകരൻ, ഐഷ പോറ്റി, നോക്കൂ, പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന മതസ്ഥാനത്ത് നിന്ന് പാർട്ടി വെല്ലുവിളിക്കുന്ന 3 പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളാക്കിയത് പാർട്ടിയാണ്. ടി.കെ. ഗോവിന്ദൻ മൈനസ് പാർട്ടി 0 ആണ്. ജി. സുധാകരൻ മൈനസ് പാർട്ടി 0 ആണ്. അതുപോലെ തന്നെ ആരൊക്കെയാണോ ഡിഫക്റ്റഡ് ആയി പോയിട്ടുള്ള ആൾക്കാർ, അവരെയൊക്കെ സൃഷ്ടിച്ചത് CPIM ആണ്. അവരുടെ വ്യക്തിപരമായ സംഭാവനകൾ ഉണ്ടാവാം, പക്ഷെ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് അവരിറങ്ങിപ്പോയത് ശരിയായില്ല. അവരൊക്കെ അതിലിപ്പോൾ ജി. സുധാകരനൊക്കെ ഒരുപാട് തവണ കൺസിഡർ ചെയ്യപ്പെട്ട ആളാണ്. ബഹുമാനായ ജി. സുധാകരൻ മന്ത്രിയായിരുന്നു, രണ്ട് തവണ മന്ത്രിയായിരുന്നു. 2 തവണ മന്ത്രിയായ കേരളത്തിലെ CPM ലീഡേഴ്സിന് എടുത്താൽ വളരെ അപൂർവ ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് ജി. സുധാകരൻ. അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ പാർട്ടിയെ വഞ്ചിച്ച് പോകാൻ പാടില്ലായിരുന്നു. ടി.കെ. ഗോവിന്ദനോ അദ്ദേഹത്തിനും നിയമസഭയിൽ മത്സരിക്കാൻ അവസരം പോലും കിട്ടിയില്ല. ഇപ്പൊ എല്ലാവർക്കും മത്സരത്തിൽ അവസരം കിട്ടുമോ? എത്ര ആളുകൾ മത്സരിക്കാത്ത ആളുകളുണ്ട്. കോടിയേരിയുടെ മുമ്പത്തൊരു ഞാൻ കോട്ട് ചെയ്യാം, 5.5 ലക്ഷം അംഗങ്ങളിൽ 60-ൽ ചൂട് ആൾക്ക് മാത്രമേ CPM കാൻഡിഡേറ്റ് ആവാൻ പറ്റുന്നുള്ളൂ. 12 ആൾക്കേ മന്ത്രിയാവാൻ പറ്റുന്നുള്ളൂ. കുറച്ചുപേർക്ക് MP ആവാൻ പറ്റുന്നുള്ളൂ. അതിനർത്ഥം ഇത്ര ആൾക്കേ യോഗ്യരായുള്ളൂ എന്നല്ല. എത്രയോ ആളുകൾ യോഗ്യരായവരുണ്ട്. പക്ഷെ പല ഘടകങ്ങൾ ഒത്തുവരുമ്പോൾ ചിലർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. ഇവിടെ ടി.കെ. ഗോവിന്ദ മാസ്റ്റർക്ക് അവസരം കിട്ടിയില്ല. പക്ഷെ ടി.കെ. ഗോവിന്ദ മാസ്റ്റർ എന്തിനൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. അത് തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും കൊട്ടാരക്കരയിലും ഇമ്പാക്ട് ഉണ്ടാവില്ല എന്നാണോ? ഒരു സംശയവും വേണ്ട. ഡിഫക്ട് ചെയ്ത് പോയവരെ നാളെ അവർ കോൺഗ്രസ് വിടില്ലെന്നെന്താ ഉറപ്പുള്ളത്? കോൺഗ്രസിനകത്ത് വർക്ക് ചെയ്യുന്നു ഇപ്പം ടി.കെ. ഗോവിന്ദ മാഷ്. നാളെ ടി.കെ. ഗോവിന്ദ മാഷ് കോൺഗ്രസിൽ വന്നു, പ്രതീക്ഷ സ്ഥാനം കിട്ടിയില്ല, BJPയിലേക്ക് പോയില്ലെന്താ ഉറപ്പുള്ളത്? നമ്മുടെ അനുഭവം അതാണല്ലോ. അപ്പൊ ഈ ഒപ്പോർച്യൂണിസ്റ്റുകളെ ഒരു കാരണവശാലും അവസരവാദികളാണ്. അതെ, ഒപ്പോർച്യൂണിസ്റ്റുകൾ. അത് മാത്രമല്ല, ഒപ്പോർച്യൂണിസത്തെ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത്.